ാണോ ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നത് അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരും, ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടാകും, ദൈവം ആ പ്രദേശത്തെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കേൾക്കുന്ന ഈ രക്ഷയുടെ വചനങ്ങൾ നിങ്ങൾ നിസ്സാരമായി കാണാതെ അതിനെ മുഖവിലേക്കെടുത്താൽ ഈ പ്രദേശത്ത് തന്നെ അനുഗ്രഹമായിട്ട് മാറുമെന്ന് അസന്നിഗ്ധമായിട്ട് പറയുവാൻ ഞങ്ങൾക്ക് കഴിയും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സ്പർശിച്ചറിഞ്ഞതുമായ ജീവന്റെ സുവിശേഷത്തെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തകർക്കപ്പെടാതെ നിരാശരാക്കപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം ഓരോ തരത്തിലും ഓരോ ദിവസവും അനുഭവിക്കുന്നവരാണ് ഞങ്ങളും. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്. പക്ഷേ അതിനെയെല്ലാം അതിജീവിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ഈ വചനത്തെ കുറിച്ചൊന്ന് രണ്ട് വാക്ക് പറയട്ടെ. എന്റെ കൈവശമിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിളില് 73 അധ്യായങ്ങളുണ്ട്. ഈ 73 പുസ്തകങ്ങളുണ്ട്. ഈ 73 പുസ്തകങ്ങളിലായിട്ട് 1334 അധ്യായങ്ങളും 35,527 വചനങ്ങളും. ഇവയെല്ലാം ദൈവം സംസാരിച്ചതാണ്. ദൈവത്തിന്റെ വചനമാണ്, ജീവനുള്ള വചനമാണ്. ഈ വചനത്തിൽ നമ്മെ സുഖപ്പെടുത്താൻ കഴിയും, ഈ വചനത്തിൽ നമ്മെ രക്ഷിക്കാൻ കഴിയും, ഈ വചനത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ വചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്: മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അത് ഭൂമിയെ നനച്ച് സസ്യങ്ങളെ മുളപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നു, അത് ഫലരഹിതമായി തിരിച്ചു വരുന്നില്ല. അതുപോലെ